തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോർപ്പറേഷൻ വിജയത്തെ ആയുധമാക്കി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് BJP. സംസ്ഥാനത്ത് കുറഞ്ഞത് 9 മണ്ഡലങ്ങൾ ഉറപ്പിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് പാർട്ടിയുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ 34 മണ്ഡലങ്ങളെ എ ക്ലാസ് വിഭാഗമായി തിരിച്ചറിഞ്ഞ് അവിടെ പ്രമുഖ നേതാക്കളെയും സിനിമാ താരങ്ങളെയും മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ എ ക്ലാസ് മണ്ഡലങ്ങളുടെ ഭൂരിഭാഗവും തൃശൂരും തിരുവനന്തപുരം ജില്ലകളിലുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ലഭിച്ച മുന്നേറ്റം വലിയ രാഷ്ട്രീയ നേട്ടമായി BJP വിലയിരുത്തുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ തിളക്കം ആവർത്തിക്കാനാകാത്തതിൽ പാർട്ടിക്ക് ആശങ്കയുണ്ട്. എങ്കിലും പരിചിതനായ നേതാവിനെ മത്സരിപ്പിച്ചാൽ തൃശൂർ പിടിക്കാനാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. കെ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ തുടങ്ങിയ പേരുകളാണ് ചർച്ചയിലുള്ളത്. അതേസമയം സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ സിനിമാ താരങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാനുള്ള ശ്രമവും ശക്തമാണ്. ഉണ്ണി മുകുന്ദൻ, ജയറാം, ദേവൻ തുടങ്ങിയ താരങ്ങൾ BJP സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുമെന്ന പ്രചരണമുണ്ടെങ്കിലും ദേവൻ ഒഴികെയുള്ളവർ മത്സരത്തിൽ ഇറങ്ങുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ജനകീയത ഉണ്ടാക്കാൻ താരപ്രഭയാണ് BJP ആശ്രയിക്കുന്നതെന്ന വിമർശനവും ശക്തമായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 40,000-ൽ പരം വോട്ടുകൾ ലഭിച്ച 9 മണ്ഡലങ്ങളും 30,000-ലധികം വോട്ടുകൾ നേടിയ നിരവധി മണ്ഡലങ്ങളും ചേർത്താണ് 34 എ ക്ലാസ് മണ്ഡലങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടങ്ങളിലാണ് പ്രധാന നേതാക്കളെയും സിനിമാ താരങ്ങളെയും ഇറക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകാതെ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രേഖ പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി മിഷൻ 2026 എന്ന പേരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും തുടക്കം കുറിക്കുമെന്നാണ് സൂചന. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ജനുവരിയിൽ തന്നെ ഉണ്ടാകുമെന്നും നേരത്തെ കളം നിറയാനാണ് BJPയുടെ ലക്ഷ്യമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമം മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമത്ത് 7000 വോട്ടിന്റെ ഭൂരിപക്ഷം BJPക്ക് ഉണ്ടെന്നതാണ് പാർട്ടി ആയുധമാക്കുന്നത്. വട്ടിയൂർക്കാവ് ശ്രീലേഖയ്ക്ക് മാറ്റിവെച്ചിരിക്കുകയാണെന്നും കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അവർ തയ്യാറായാൽ നിയമസഭാ മത്സരത്തിന് ഇറക്കുമെന്നുമാണ് വിവരം. കഴക്കൂട്ടത്ത് മുരളീധരനെ മാറ്റി മറ്റൊരു നേതാവിനെ ഇറക്കാൻ BJPക്ക് സാധിക്കില്ലെന്നും സൂചനയുണ്ട്. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ്, അരൂരിൽ ശോഭാ സുരേന്ദ്രൻ എന്നിവരും പരിഗണനയിലാണ്. ആലപ്പുഴ ജില്ലയിൽ വലിയ പ്രതീക്ഷയോടെയാണ് BJP ഇത്തവണ കളത്തിലിറങ്ങുന്നത്. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചതിനു പിന്നാലെ CPM ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങളെ ലക്ഷ്യമിട്ട് BJP വ്യാജ പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ CPM MLA VK പ്രശാന്തിനെതിരെ നടക്കുന്ന പ്രചാരണവും ഇതിന്റെ ഭാഗമാണ്. ശാസ്തമംഗലം വാർഡിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പ്രശാന്തിന്റെ MLA ഓഫീസ് ഒഴിപ്പിക്കണമെന്ന് BJP കൗൺസിലറും മുൻ DGPയുമായ ശ്രീലേഖ ആവശ്യപ്പെട്ടതോടെയാണ് വിവാദം ആരംഭിച്ചത്. സ്വന്തം ഓഫീസിൽ ഇടമില്ല എന്നതാണ് ശ്രീലേഖയുടെ വാദം. എന്നാൽ ഓഫീസ് രാഷ്ട്രീയ പ്രേരിതമായി ലക്ഷ്യമിടുകയാണെന്നും വാടക നൽകി പ്രവർത്തിക്കുന്നതും മാർച്ച് വരെ കരാർ നിലനിൽക്കുന്നതുമാണെന്നുമാണ് പ്രശാന്ത് വ്യക്തമാക്കിയത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് കൗൺസിലർ KS ശബരിനാഥനും പ്രശാന്തിനെതിരെ രംഗത്തെത്തിയത് രാഷ്ട്രീയ അജണ്ടയോടെയാണെന്ന ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. പ്രശാന്ത് ഓഫീസ് ഒഴിയില്ലെന്ന് വ്യക്തമാക്കിയതോടെ സോഷ്യൽ മീഡിയയിലൂടെ BJP അനുകൂല ഹാൻഡിലുകൾ വ്യാപകമായി വ്യാജ പ്രചാരണം നടത്തുകയാണെന്നാണ് CPMന്റെ ആരോപണം. 25,000 രൂപ വാടക അലവൻസ് വാങ്ങി കോർപ്പറേഷന് 872 രൂപ മാത്രമാണ് പ്രശാന്ത് നൽകുന്നതെന്നാണ് പ്രധാന ആരോപണം. എന്നാൽ MLA-മാർക്ക് ഓഫീസ് വാടക അലവൻസ് ഇല്ലെന്നും കേരളത്തിലെ 140 MLA-മാരുടെ വാടക വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാണെന്നും പ്രശാന്തും വെല്ലുവിളിച്ചു. 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്ത BJP അതിന്റെ മറവിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനായി CPM സീറ്റുകൾ ലക്ഷ്യമിട്ട് രാഷ്ട്രീയ ആക്രമണങ്ങളും വ്യാജ പ്രചാരണങ്ങളും ശക്തമാക്കുകയാണെന്നാണ് LDFന്റെ വിലയിരുത്തൽ. വികസന രാഷ്ട്രീയത്തിന് പകരം വ്യക്തിഹത്യയും താരപ്രഭയും ആയുധമാക്കുന്ന BJPയുടെ നീക്കങ്ങൾ സംസ്ഥാനത്ത് തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് എന്നാണ് LDF നേതൃത്വത്തിന്റെ നിലപാട്.